ഹേ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഗൈസ്, ഇന്ന് 75 ഹാർഡ് ചലഞ്ച് ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നീച്ചു ഗൈസ്. എല്ലാ ദിവസവും 6 മണിക്ക് നീക്കൽ, ഇന്ന് 5 മണിക്ക് തന്നെ നീച്ച് നിസ്കരിച്ച് ഇപ്പോൾ തന്നെ കുറച്ച് വെള്ളം കുടിച്ച്. വെള്ളം പെട്ടെന്ന് കുടിച്ചാൽ അത്രയും നല്ലത്. അതുകൊണ്ട് രാവിലെ തന്നെ നിൽക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, സ്കിന്നിനും ബാക്കി എല്ലാത്തിനും നല്ലതാണ്. ഇപ്പോൾ വെള്ളം കുടിച്ച് ഇനി നമ്മൾ പത്രം ഇടാൻ പോവുകയാണ്. പത്രം ഇടാൻ പോകുമ്പോൾ നമുക്ക് അതിനൊപ്പം തന്നെ ടാസ്ക്കായ 45 മിനിറ്റ്സ് ഔട്ട്ഡോർ വർക്കൗട്ടും കംപ്ലീറ്റ് ആവും. കാരണം നടന്നുകൊണ്ടാണ് പത്രം ഇടുന്നത്, അപ്പോൾ അത് കംപ്ലീറ്റ് ആവും. എന്തായാലും പത്രം ഇട്ടിട്ട് കാണാം. ലാസ്റ്റ് പത്രം അങ്ങനെ പത്രം ഇടൽ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് തെറിക്കാം, എന്തെങ്കിലും തിന്നാം, പിന്നെ ജിമ്മിലോട്ട് പോവാം. ഒരു പാൻ 6 രൂപ ഫോണിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഗൈസ്, ഇപ്പോൾ 6:45. നമ്മൾ 5:20 പത്രം ഇടാറുള്ളത്. ഏകദേശം 1 മണിക്കൂർ നടന്നു ഗൈസ്. ഇനി ജിം പോവാം. ഗൈസ്, അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞു, വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ ഗൈസ്, നമ്മളെ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ഇംഗ്ലീഷിൻ്റെ ഒരു 2 ക്ലാസ് കാണണം, 5 വേർഡ് പഠിക്കണം. എല്ലാ ദിവസവും ഒരേപോലെ കൊണ്ടുപോവുക. ആക്ച്വലി ഇന്നലെ ഇതേപോലെ തന്നെ അതിന് വർക്കൗട്ട് കഴിഞ്ഞിട്ട് നേരെ ഇതും ഇരുന്ന് ഇംഗ്ലീഷ് പഠിക്കാമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതേപോലെ ഇന്നും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ പോയാൽ നമുക്ക് പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ജീവിതത്തിലൊരു ഭാഗമാവും ഇത്. അപ്പോൾ പിന്നെ നമുക്ക് വലിയ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടൊന്നും തോന്നില്ല ഗൈസ്. എന്തായാലും ഇതിനി ഇതാക്കിയിട്ട് വരാം. അന്ന് ടൈറ്റ് ഷെഡ്യൂളാണ്. നമുക്ക് കുറേ പരിപാടി ഉണ്ട്. ഇന്നലത്തെ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യണം. ഡേ 1 വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്യണം. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവുക സംഭവം. ഡേ 1 എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനെ കുറേ പരിപാടി ഉണ്ട് ഗൈസ്. പിന്നെ ഫാമിലി ഫങ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് പോകാണ്ട് ഇന്നല്ലാതെ നാളെയാണ്. പക്ഷേ ഇന്ന് രാത്രി നമ്മൾ പോകും ക്ലിനിക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കണം ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മളെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ 5 വേർഡ്സ് എഴുതി വെച്ചാണ്. ഇത് അതിൽ തന്നെ ഹോംവർക്ക് ഉണ്ട്, അതങ്ങനെ എഴുതി വെച്ചാണ്. ഇനി ഇംഗ്ലീഷിൻ്റെ ഒരു വ്ളോഗ് കാണണം, ഇന്നലെ കണ്ട പോലത്തെ കോംപ്രഹെൻസീവ് ഇൻപുട്ട് അങ്ങനത്തെ വ്ളോഗ് കാണണം. അത് പിന്നെ എപ്പോഴായാലും കാണാം. അപ്പോൾ ടൈമില്ല ഗൈസ്, നമുക്ക് ചിലപ്പോൾ ക്ലിനിക്ക് പോകാനുണ്ടാവും രാവിലെ തന്നെ. അതുകൊണ്ട് ഇനി കുളിക്കാം, എന്തെങ്കിലും കഴിക്കാം. അതെ, അങ്ങനെയുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ കുളി പാസ്സാക്കി. ഇനി അടുത്തത് ഫുഡ് കഴിക്കാം. ഇപ്പോൾ നമ്മൾ 2 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത്. ഔട്ട്ഡോർ ഇൻഡോർ 45 മിനിറ്റ്സ് വർക്ക്, ജിം, പിന്നെ ഇംഗ്ലീഷ്, 2 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഈ ഫുഡ് ഗൈസ്, ഇന്നത്തെ ഫുഡ് പുട്ട്, കടല കുറേ എടുത്താണ്, ബിക്കോസ് പ്രോട്ടീൻ. പിന്നെ ഒരു എഗ്ഗ് ഉണ്ട് വിത്തൗട്ട് ഷുഗർ, ചായ. കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് എന്താ പറയുക, ഈ 75 ഹാർഡ് ചാലഞ്ചിൻ്റെ ഡേ 1 എഡിറ്റ് ചെയ്യണം. അത് എഡിറ്റ് ചെയ്യാതെ ഒരു സമാധാനമില്ല. ഇന്ന് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. അതായത് 1-ാം തീയതിയാണ് ഞാൻ ചലഞ്ച് തുടങ്ങിയത്. ഇന്ന് 2-ാം തീയതി വൈകുന്നേരമാണ് 1-ാം തീയതിക്ക് എടുത്ത് വെച്ച ഡേ 1 വ്ളോഗ് വരിക. പിന്നെ 3-ാം തീയതിയാണ് ഡേ 2 വരിക. 4-ാം തീയതി ഡേ 3, അങ്ങനെ. ഗൈസ്, ഇന്നിപ്പോൾ ക്ലിനിക്ക് പോകണം. 10:35 ആയിട്ടുള്ളൂ. ഇന്ന് കുറേ കേസ് ഉണ്ട്, അപ്പോൾ പോകണം. വീഡിയോ എഡിറ്റ് ചെയ്ത് എടുക്കണം. 43 മിനിറ്റ് ഉണ്ട് ഗൈസ് വീഡിയോ. ഞാൻ ആദ്യമായിട്ട് ഇത്ര ലെങ്ത്തുള്ള വീഡിയോ എടുക്കുന്നുണ്ട്.
എടുക്കുന്നത്. ഇനി എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കുറേയൊക്കെ കുറയും. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ക്ലിനിക്ക് പോകണം. ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് വെക്കാണ്ട്, പക്ഷേ ടൈം ഉണ്ടാവാറില്ല. എന്തായാലും വേണ്ടില്ല, രാത്രി ആകുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കുന്നതായിരുന്നു ഗൈസ്. ഡെഡിക്കേഷൻ വേണം, അല്ലാതെ ഒന്നും നടക്കില്ല. എന്തായാലും ക്ലിനിക്ക് പോട്ടെ ഗൈസ്. നമ്മളെ ക്ലിനിക്ക് എത്തി. ഇനി എപ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ഇതുകൊണ്ടൊന്നും നമ്മൾ തളരൂല. മുട്ടായി ഗൈസ്, ഷുഗർ കട്ടാണ്. ബോഡി അഞ്ചെടുത്താ ബോഡി അഞ്ചെടുത്താ ബോഡി പോസ് ചെയ്യണ ബട്ടർഫ്ലൈ അവിടെ, ബട്ടർഫ്ലൈ ഉണ്ട് അവിടെ. ഇങ്ങോട്ടേക്ക് ആണാ മോ 2 ഓ ഉണ്ടിട്ടാ. ഉണ്ട്, ഇത് കണ്ട് ഉണ്ട് ഉണ്ടാ. ആടാ മോനെ ലുക്കനട്ടാ. മോയ അതാ വൃത്തി പോടാ. ഇത് എവിടുന്നാന്ന് ചോദിച്ചല്ലേ? എക്ലെയർ പശുമുട്ടായി. പക്ഷെ നമുക്ക് പാടില്ല, നമുക്ക് തിന്നാൻ പാടില്ല. ഇപ്പോൾ ഗൈസ് ഇപ്പോൾ 10:45 ക്ലിനിക്ക് 7 പോകുന്ന 20 1:30 ഗൈസ് വീട്ടിലേക്ക് എത്തിയത്. മെയിനായിട്ടുള്ള കാര്യം ചെയ്യേണ്ട, എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ, അതാണ് വലിയ ടാസ്ക്. പിന്നെ വെള്ളം ഒരു 500 ml കുടിച്ചാൽ 2 ലിറ്റർ ആവും. ഇതിൽ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിരിക്കണം ഗൈസ്. ഇപ്പോൾ 2:50 ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉത്തർന്നപ്പോഴാണ് 2 മണിക്കായിട്ടാണ് എഡിറ്റ് ചെയ്യാൻ. 2:30 എഡിറ്റ് ചെയ്യാല്ലേ. ഇപ്പോൾ 2:50 ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ലഞ്ച് ടൈം ഫുഡ് കഴിക്കണം ഗൈസ്. അപ്പോൾ ആദ്യം ഫുഡ് ഉണ്ടാക്കണം ഗൈസ്. ഇന്ന് ചോറൊന്നുമല്ല, ഇന്ന് പഴം, മുട്ട, പാല്, പിന്നെ കുറച്ച് കടല, പീനട്ട്, അതാണ്. യാ ഇതാണ് നമ്മുടെ ലഞ്ച്. ഞാൻ തന്നെ ഉണ്ടാക്കിയ തട്ടിക്കൂട്ടി സാധനം, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്തായാലും കഴിച്ചിട്ട് പറ്റേ ഗൈസ്. ഒരു ക്ഷമയില്ല, 3 മണിയായി, 3:15 ഗൈസ്. സത്യം പറഞ്ഞ പിരാന്താവും നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഒരു ടൈം പോലെ വെറുതിരിക്കാതെ ഫുള്ളിങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വരും, ഓരോ പ്രശ്നങ്ങളായിട്ട്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ 2:50 എഡിറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് പറയില്ലേ. ഇപ്പോൾ സമയം 4 മണിയായി. ഞാൻ എന്തെങ്കിലും കാട്ടിയാറിയോ, ഇത് ഈ സംഭവം എക്സ്പോർട്ട് ചെയ്യാൻ കഴിയണില്ല. കാരണം ഇത് 26 മിനിറ്റ് ഉണ്ട്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയണില്ല. എക്സ്പോർട്ട് ചെയ്യാണെങ്കിൽ സ്റ്റോറേജ് സ്പേസ് വേണം. അപ്പോൾ അങ്ങനെ കുറേ സാധനം ഡിലീറ്റ് ആക്കിയപ്പോൾ ഈ സാധനം ഈ ആപ്പ് തന്നെ വർക്ക് ചെയ്യണില്ല. ക്യാപ് കട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആപ്പ് തന്നെ വർക്ക് ചെയ്യണില്ല. ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കാണിക്കുക. അങ്ങനെ കുറേ നേരം വെയിറ്റ് നോക്കി. പിന്നെ ഇത് എക്സ്പോർട്ട് ചെയ്ത് എങ്ങനെയൊക്കെ അപ്പോൾ നോക്കിയപ്പോൾ ഈ വീഡിയോ ഗാലറിയിൽ വരുന്നില്ല. എന്തൊരു ഇടങ്ങാററിയോ, ഇപ്പോഴും വന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാച്ചെടുക്കുകയാണ്. ഞാൻ 5 മണിക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ എന്തായാലും 5 മണിക്ക് നടക്കില്ല. പക്ഷേ ഇന്ന് 12 മണിക്ക് മുമ്പ് എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യും, അത് വേറെ കാര്യം. ഇതിലാണ് ഈ ചാർജില്ല, 5% അപ്പോൾ ഇത് കുത്തിച്ചിട്ട് പെട്ടെന്ന് ബുക്ക് വായിക്കുക. കാരണം ഇന്ന് രാത്രി നമ്മൾ മൂത്തമ്മാൻ്റെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവിടെ പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഒന്നും നടക്കില്ല. അപ്പോൾ ഇവിടുന്നതിനൊക്കെ മാക്സിമം കഴിപ്പിച്ചിട്ട് പോവാം, അതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ആ വീഡിയോ എങ്ങനെയും കിട്ടുമോ അതും അറിയില്ല. അതപ്പോൾ ഞാൻ മാക്സിമം നോക്കണത്, എങ്ങനെയെങ്കിലും അത് റെഡി ആക്കണം. എന്തായാലും നോക്കുക ഗൈസ്, ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. അങ്ങനെ ഫൈനലി സമാധാനമായി. നമ്മളെ എന്താ പറയുക, മറ്റേ എഡിറ്റിങ്ങിൻ്റെ ഇത് കഴിഞ്ഞു. എഡിറ്റിങ് കഴിഞ്ഞു, അത് യൂട്യൂബിൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തംബ്നെയിൽ ഉണ്ടാക്കണം, പിന്നെ വെള്ളം കുടിച്ച് കഴിഞ്ഞു. ഇനി ഒറ്റ ചലഞ്ച് കൂടി ഉള്ളൂ. ഏത് ബുക്ക് വായിക്കണം. 2 ചലഞ്ച് ഉണ്ട് ഗൈസ്.
പിന്നെ ഡേ 1 നമ്മൾ പറഞ്ഞത് ഹൈ ഇൻകം സ്കില്ലായിട്ട് വീഡിയോ എഡിറ്റിംഗ് ആണെന്ന്. പക്ഷേ അത് ഞാൻ മാറ്റി. ഞാൻ ഇന്നലെ തന്നെ ആലോചിച്ച് ഗൈസ്, അത് അതിനെക്കാട്ടിയും നല്ലത് അത് കുറേയൊക്കെ കൂടി എനിക്കറിയാം. അത് നമ്മൾ ഇതിനിടയിൽ നമ്മളത് ചെയ്ത് നോക്കും. പക്ഷേ നമ്മളെല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യമാക്കി ഡ്രോപ്പ് ഷിപ്പിംഗ് പഠിക്കാനുള്ള ആഗ്രഹമാണ്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം നമുക്ക് അറിയില്ല, ബേസിക്കായിട്ടുള്ള കാര്യം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എഡിറ്റിങ്ങിനായിട്ട് നല്ലത് ഏറ്റവും നല്ലത് ഇത് തന്നെ ആയിരിക്കും. വീഡിയോ എഡിറ്റിംഗ് പിന്നെ കുറച്ചുകൂടി നമുക്ക് അറിയാം, അപ്പോൾ കുറച്ച് നോക്കിയാൽ മതി. ഡ്രോപ്പ് ഷിപ്പിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും സാനിഫൈ ആഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ഇങ്ങനെ പോയാൽ നമുക്ക് ചിലപ്പോൾ അതിനെന്തെങ്കിലും ഇൻകം ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ, ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാലോ. അതുകൊണ്ട് നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് പഠിക്കാൻ തീരുമാനിച്ചു, യൂട്യൂബിൽ കൂടെ. അല്ലാതെ വേറെ കോഴ്സ് കയറുന്നുണ്ടോ വെച്ചാൽ മേ ബി ചിലപ്പോൾ ചേരും. അപ്പോൾ ഗൈസ് ഇനി ബുക്ക് വായിക്കാനുണ്ട്. ബുക്ക് പെട്ടെന്ന് വായിക്കണം ഗൈസ്. അതിന് മുമ്പ് തമ്മിൽ എഡിറ്റ് ചെയ്യാണ്ട് അതുകൂടി എഡിറ്റ് ചെയ്യണം, നല്ലൊരു സമാധാനമാവും ഗൈസ്. ഇപ്പോൾ നമ്മൾ ക്ലിനിക്കിലാണുള്ളത്. ഇനി നമുക്ക് വെറും രണ്ട് ടാസ്ക് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തേത് ബുക്ക് വായിക്കുക, രണ്ടാമത്തെ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റി എന്തെങ്കിലും ഒരു അറിവ് നേടുക ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എന്തെങ്കിലും കാണണം, ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റിയുള്ള യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണണം. അതുകൂടി ആ രണ്ടും കൂടി കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുക്കുക. ആ മൂന്നും കഴിഞ്ഞാൽ ഇന്നത്തെ ചലഞ്ച് കംപ്ലീറ്റ് ആയി ഗൈസ്. എന്തൊരു മനസ്സുഖം അറിയോ. ഞാൻ ഇന്നും ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഒന്നും കണ്ടിട്ടില്ല. ഇന്ന് ഏകദേശം 25 മിനിറ്റ് ആയിട്ടാണ്, അതും റീൽസ് അല്ല അത് കണ്ടത്. ഞാൻ ജസ്റ്റ് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഇൻബോക്സിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള റിപ്ലൈ കൊടുത്താൽ അങ്ങനെ ആയതാണ്. ഞാൻ മിന്നാന്നത്തെ അയച്ചാൽ ഇത് ആഗസ്റ്റല്ല, ജൂലൈ 31-30 നോക്കിയപ്പോൾ 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെയാണ്. അതിന് നേരെ വെറും 22 മിനിറ്റ് 25 മിനിറ്റൊക്കെ മാറി. ഞാൻ അത് ആലോചിച്ചിട്ടത്. അപ്പോൾ നമ്മളോട് വിചാരിച്ച എമൗണ്ട് പറ്റുമോ, അതാണ്. അപ്പോൾ ഇനി എന്തായാലും ആ 2 ടാസ്ക് കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെ ക്ലിനിക്ക് കഴിഞ്ഞു, പക്ഷേ ബുക്ക് വായന ഇനി ബാക്കിയുണ്ട്. പിന്നെ ആ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറച്ച് നോളേജ് കിട്ടി. ഓരോ ദിവസം കുറച്ച് നോളേജ് കിട്ടി. അവസാനം നമ്മൾ എന്തായാലും ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങും ഗൈസ്. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പറ്റിയ പണിയാണോ ഇല്ലയോ നമ്മളല്ലേ അറിയുള്ളൂ. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാം. ബൈ. ചെയ്യാണല്ലോ, ഫോണ് മാത്രമുള്ള സ്പീഡ് ചെല്ലുവാണ്. ഒരു ഐഫോൺ എടുത്താലോ? 5 നമ്മളിതൊന്നും തിന്നൂല. ഡെഡിക്കേഷൻ പല്ല് മുറിപ്പിച്ച. നാളെ ഞാൻ വെള്ളപ്പം മാത്രം തിന്നു. പച്ചക്കാണി പച്ച അല്ലേ? ആ മതി, വെള്ളപ്പം മതി. വെള്ളപ്പം എന്നാ മതി, കറി മതി. വെജ് കുറുമണി അങ്ങനെയാണ് ഇന്നും പേടിയല്ലോ. എന്താ നല്ലല്ല. നമുക്ക് വിത്തോട്ടെ ദിലീപ് അവകാശം ദിലീപ് പറയുന്നു. എന്ത് മറ്റേ പൊറോട്ട ബീഫും ഓർഡർ ചെയ്തു. പഴംപൊരി തിന്നുന്ന ബീഫ് കിടക്കുന്നത് ബീഫും പഴംപൊരി കൂട്ടിയെടുത്തു. ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ ഉണ്ടായത്. ഇതൊക്കെ ഏത്താ ഇൻസ്റ്റാഗ്രാമിൽ ഫോക്കസ് ചെയ്യണം. അനാൻഷല്ല കൂടുതൽ മധുരമുള്ള ഫ്രൂട്ട്സ് എങ്ങനെ കൂടുതൽ മാത്രമുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല. അളവുണ്ട്, അതുണ്ട്. അതിന് മാത്രം നിന്നില്ല. ഷുഗറിൻ്റെ ആവശ്യമുണ്ട്. 70-110 ഷുഗറാണ്.
വലിയ തലറങ്ങി പോകും. അത്ര ചെയ്യാന്നോ? ഒരേ കളറിൽ പൊട്ടില്ല. ഗൈസ് സംഭവം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് മുഹമ്മദിൻ്റെ മുടിയാഴ്ചയിലാണ്. ഇതാണ് ലൈക്ക് മുഹമ്മദ്. നാളെയാണ് ഇത്. ലൈക്കിൻ്റെ വാപ്പ കുഞ്ഞാണി പോയി. അപ്പോൾ ഗൈസ് ഇത് രാത്രികത്തെ പരിപാടിയാണ്. രാത്രി ഇത് സെറ്റാക്കലാണ് പരിപാടി. ഇനിയിപ്പോൾ നാളെയാണ് മുടികളയിൽ ബാക്കി ഇന്നത്തെ നമ്മളെ ഇതൊക്കെ കഴിഞ്ഞു ഗൈസ്. എന്താ പറയുക, ബുക്ക് വായിക്കൽ കഴിഞ്ഞു, എല്ലതും കഴിഞ്ഞു. ഇനി ഫോട്ടോ എടുക്കാൻ മാത്രമേ ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ കഴിഞ്ഞു. ഇവിടെ ഗൈസ് ഉണ്ടാകും ബീഫ് വരുന്നു. പക്ഷെ നമ്മൾ നിന്നില്ല, കാരണം ഡെഡിക്കേഷൻ. അതാണ്. ഹലോ ഗായ്സ്, ഇതാണ് സഫ്തർ സുറൂർ, നമ്മുടെ യൂട്യൂബ് ചാനൽ. ആളെ ഇവിടെ സുഖമായി കിടന്നുറങ്ങുകയാണ്. ഒരു പാണില്ല വീട്ടില്, അവിടെ ഇങ്ങനെ കിടന്നുറങ്ങാം. എല്ലാവർക്കും ഇതാണ് നമ്മുടെ സ്വന്തം കേക്ക. കുറച്ചുകൂടെ അടുത്ത് യെസ് അത് 12 അതിനകത്ത് ഡയലോഗൻ അടിക്കും. ഹലോ ഈ പറഞ്ഞ ആളാട്ടോ ഞാൻ. ഹലോ ഇത് പറഞ്ഞ ആളാട്ടോ ഞാൻ ഇവിടെ ഒരാൾ തീറ്റ കഴിക്കാൻ പോവുകയാണ്. 24 മണിക്കൂറും തീറ്റ. But I don't like the തീറ്റ. ഹലോ, നമ്മുടെ സഫ്തർ സുറൂർ ഇവിടെ ഭക്ഷണം കഴിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് തിന്ന് കയ്യോ? ഹലോ, ഇത് തിന്ന് കയ്യൊന്നേ. ഇല്ല, വല്ലതും തിന്നും കയ്യോ? കയ്യോ തിന്ന് കയ്യോ? ഇത് തിന്ന് കയ്യാവോ? ഇവിടെ പൊറോട്ട ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ ചപ്പാത്തിയും ചിക്കനാണ്. ദാറ്റ് ഈസ് ഡെഡിക്കേഷൻ. നമ്മൾ പഴംപൊരി ബീഫ് വരെ കണ്ടിട്ട് പതറിയില്ല, പിന്നെയാണ് ഇപ്പത്. പന്ത്രണ്ടര കുട്ടിയാണ് നീ ചോദിക്കാൻ പരിപാടി ഉണ്ടാവേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ കാണാം കുട്ടികളെ. ഇപ്പൊ 12:45. ഇന്നത്തെ ദിവസം കെടുക്കാൻ ലേറ്റായി. പക്ഷെ നീച്ചുമ്പോൾ നേരത്തെ എന്തായാലും നീക്കും. നാളത്തെ കാര്യം ഭയങ്കര ടാസ്ക്കാണ്. കാരണം നാളെ പരിപാടിയാണ്, മുടിയാഴ്ചയിലാണ്. അപ്പോൾ ഫുഡ് കുറേ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ നമുക്ക് തിന്നാൻ പറ്റിയത് കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എന്നാലും കൺട്രോൾ ചെയ്യണം. പിന്നെ ഈ 45 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യാനോ അതൊക്കെ ടാസ്ക്കാണ്. നാളെ രാവിലെ എന്തായാലും നടക്കില്ല. എങ്ങനെ നമ്മൾ തീർക്കാനുള്ളതൊക്കെ അപ്പം തന്നെ തീർക്കും. അപ്പോൾ ഗൈസ് ഇത് എടുത്തുള്ളൂ. ഈ ഫോട്ടോ എടുത്താൽ എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ ടാസ്ക് മൊത്തം കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടവരേക്ക് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അടുത്ത ഡേ 3 നാളെ കാണാം ഗൈസ്. ബൈ.